ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി. അയ്യപ്പ സംഗമം തടയണമെന്ന സംഘപരിവാർ സംഘടനകളുടെ ആവശ്യം ദേവസ്വം ബെഞ്ച് തള്ളി. ശബരിമലയുടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കരുതെന്ന് ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് അയ്യപ്പ സംഗമം നടത്താമെന്ന് ദേവസ്വം ബെഞ്ച് ഉത്തരവിലൂടെ വ്യക്തമാക്കി. കെ ഉമേഷ് വിവരങ്ങൾ നൽകും. ആഗോള അയ്യപ്പ സംഗമം ഈ ഹൈന്ദവ ആരാധനാലയ നിയമത്തിന്റെ ലംഘനമാണെന്നും അതിനാൽ സർക്കാർ നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംഘപരിവാർ അനുകൂലികളായ ചിലർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജികളിൽ കഴിഞ്ഞ ദിവസം ദേവസ്വം ബെഞ്ച് വളരെ വിശദമായ വാദം കേൾക്കുകയുണ്ടായി. ആ വാദം കേൾക്കുന്നതിനിടെ കോടതി ചില സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അത് ഇങ്ങനെയായിരുന്നു. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിൻ്റെ പങ്ക് എന്താണ് എന്ന് കോടതി ചോദിച്ചു. ദേവസ്വം ബോർഡിനെ സഹായിക്കുകയാണോ സർക്കാർ ചെയ്യുന്നതെന്നും ശബരി റെയിലിനും ശബരിമല മാസ്റ്റർ പ്ലാനിനും ഫണ്ട് ചെലവഴിക്കുമോ എന്നൊക്കെ കോടതി ചോദിച്ചിരുന്നു. അതിന് സർക്കാർ വളരെ വ്യക്തമായി തന്നെ മറുപടി ഇന്നലെ തന്നെ നൽകുകയുണ്ടായി. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ ഒരു തരത്തിലുള്ള ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനവുമില്ല എന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത്. അയ്യപ്പ സംഗമത്തിന് വേണ്ടി ദേവസ്വം ബോർഡോ സർക്കാരോ പണം ചെലവാക്കുന്നില്ല എന്നും സർക്കാർ കോടതിയെ ബോധിപ്പിക്കുകയുണ്ടായി. ശബരിമല മാസ്റ്റർ പ്ലാൻ മുന്നിലുണ്ടെന്നും പമ്പയിലെയും സന്നിധാനത്തെയും ഒക്കെ വികസന പദ്ധതികൾ ഈ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമാണ് എന്നും സർക്കാർ അറിയിക്കുകയുണ്ടായി. മറ്റ് തീർത്ഥാടകർക്ക് തടസ്സം വരാത്ത രീതിയിലായിരിക്കും ഈ സംഗമത്തിൻ്റെ നടത്തിപ്പ്. ഒപ്പം പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം വരാതിരിക്കാൻ നടപടികൾ എടുത്തു കഴിഞ്ഞു എന്നും സർക്കാർ ഇന്നലെ കോടതി അറിയിക്കുകയുണ്ടായി. ഈ വാദങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ ഒപ്പം KV ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകിയത്. ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുതെന്നും പ്രതിനിധികൾക്ക് പ്രത്യേക പരിരക്ഷ നൽകാതെ സാമ്പത്തിക സുതാര്യത പാലിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടത്താം എന്നും ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുകയായിരുന്നു. ശരി, കെ ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.